ആത്മാർത്ഥമായി കളങ്കമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ചിട്ടും ചിലപ്പോഴൊക്കെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. അത് നമ്മെ തകർത്ത് കളയാനൊന്നുമല്ല, മറിച്ച് നമ്മളിലൂടെ വലിയൊരു ദൈവപ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന ചില വഴികൾ മാത്രമാണ് ആ വേദനയുടെ അവസ്ഥ. ജോസഫിനെ നിങ്ങളൊന്ന് നോക്കണേ. ജോസഫിന് ആരോടും ദേഷ്യമൊന്നുമില്ലായിരുന്നു. എല്ലാവരെയും സ്നേഹിച്ച വ്യക്തിയാ. ആ വ്യക്തി വേണ്ടപ്പെട്ടവർ തന്നെ അവനെ വേദനിപ്പിക്കുന്ന അവസ്ഥ അവന്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ ആ അവസ്ഥയിൽ ജോസഫ് തകർന്നു പോകാനോ ഇല്ലാതായി പോകാനോ ഇടയായില്ല. മാനുഷികമായി നാം ചിന്തിക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധി ഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയി. പക്ഷെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ജോസഫ് അത്ഭുതകരമായൊരു നിലയിൽ ദൈവം അവനെ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് വേദനയുടെ അനുഭവമൊക്കെ ജീവിതത്തിൽ വരും. സങ്കടപ്പെടേണ്ട. ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നാൽ മതി. ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തും, മാനിക്കും, അത്ഭുതമാക്കി മാറ്റും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.